നമ്മളപ്പോൾ വള്ളം കൊണ്ട് കയറി വന്നു കേട്ടോ. നമ്മളിവിടെ ജസ്റ്റ് വലയിടാനായിട്ട് വന്നതാണ്. ഇവിടെ നമ്മൾ വലയിടാനായിട്ട് പുതിയ സ്ഥലം എന്തെങ്കിലും ഉണ്ടാക്കണം. ഇവിടെ മൊത്തം വലയാണ്. എല്ലായിടത്തും വല ഇട്ടേക്കും കേട്ടോ. നമുക്ക് വേറെ പ്ലേസ് ഉണ്ട്, പ്ലേസിൽ പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വള്ളം കയറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത വല ഇടാനായിട്ട് പോവാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മുടെ തോടാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നമ്മൾ വാഴ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ട. അപ്പം മീൻ ഇതിലോട്ട് ചാടി കയറുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വല കുരുങ്ങാനായിട്ട് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇടണം, ക്രോസ് അടിച്ച് നോക്കാം കേട്ടോ. എല്ലാം കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് വേണം അതിനെ പിടിച്ചിട്ട് നമുക്ക് നല്ല പൊളി ഒരു കുക്കിംഗ് വീഡിയോ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. പിള്ളേരെല്ലാം ലീവിന് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അടിപൊളി മീനെ കിട്ടുമെന്ന് നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം. അപ്പം കയറിക്കൂടാ, നമുക്ക് വേറെ വലയിടാം. മരുന്നിന്റെ സൈഡ് വള്ളത്തിന്റെ ഇതിപ്പോൾ നമ്മൾ വലയെല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. വലയിട്ടിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകാം. ഇനി നമുക്ക് രാവിലെ വന്ന് നോക്കാം കേട്ടോ. പിന്നെ രാത്രിയിൽ ഇടയ്ക്ക് വന്നൊന്ന് ജസ്റ്റ് നോക്കണം. ഇവിടെ ആൾക്കാർ വല പൊക്കുന്നവരുണ്ട്. നമ്മൾ വല ഇട്ടേക്കുന്ന രീതി നമുക്കറിയാം. പിന്നെ നമ്മളെ വല പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഞാനിട്ട രീതിയിലാണോ തിരിച്ച് വല ഇടുന്നതെന്നുള്ളത് എനിക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ഇനിയും വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വരുന്നുണ്ട്. അത് ഞങ്ങൾ കാണിക്കത്തില്ല. ഇനിയും പോയിട്ട് നമുക്ക് നാളെ വെളുപ്പിനെ കാണാം. വെളുപ്പിനെ വലയൊക്കെ എടുത്തിട്ട് ഒരു വെട്ടമൊക്കെ വീണിട്ട് ഞാൻ മീനെ എല്ലാം കാണിക്കാം. ശ്രുതിയോട് കൂടി ആരംഭിക്കുന്നു. നമ്മളതിന്റെ വല ഒന്ന് കുടഞ്ഞിടാനായിട്ട് വന്നാ കേട്ടോ. വല വെക്കാൻ പോരാ. ശ്രുതി നീ എനിക്ക് തുഴഞ്ഞു തന്നേ. ഇതാണ് ഗ്രാമം, ഞങ്ങളുടെ ഗ്രാമം. തുടക്കത്തിലെ മീൻ ആറ്റുമത്തി. ഈ മീനിന്റെ ഭംഗി കണ്ടോ നിങ്ങള്? ഇതെന്താ നല്ല രസമില്ല കാണാൻ. സുധിയാണ് ഡ്രൈവർ. വെള്ളം ഇല്ലാത്തടത്തിട്ട് വെള്ളം മറിക്കുന്നു. ഇതിന്റെ കളർ പൊടിമീൻ്റെ വലയാട്ടോ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിലെടുക്കുന്ന കാര്യമായി പറ്റാത്ത ചിലതൊക്കെ കയറി നല്ല ഉടക്കം കൊടുക്കും. ഇത് കണ്ടോ, നല്ല അടിപൊളി പൊടിമീനാണ് കേട്ടോ. ആറ്റുമത്തി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കളർ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ. അടിപൊളി ഐറ്റം. ഇതുണ്ടല്ലോ വല നിറയെ മീനാണ്. വല നിറയെ ഇത് കണ്ടോ, വല നിറയെ മീനാണ്. ഏതാ മൂട് ഇതിങ്ങോട്ട് നോക്ക് എൻ്റെ മോനെ. മീന് കല്ലിക്ക് കൊടുക്കാവേ. എന്ത് രസം. മാല കുത്തിട്ടേക്കുന്ന പോലല്ലേ. ഇത് നോക്കി ഇമാരെല്ലാം പെറുക്കിയത് മാറ്റിയ നല്ല പീര വെക്കണം ഇമാരെ. ആഹാ, മീനെ പെറുക്കി ഇവിടെ ചാവുക കേട്ടോ. ഇവിടെ മീനെ പെറുക്കി തല ഇവിടാകുന്നല്ല. അവിടെ പൊടിവല ഇട്ടേക്കുന്ന കേട്ടോ. ഇപ്പൊ തന്നെ 2 പേർക്കുള്ള മീനെ കിട്ടി.
വല കെട്ടിയെടുത്ത് പോലും ഇങ്ങോട്ട് അനങ്ങിയിട്ട് പോലും ഇല്ല. ഇവനാണ് മുതുക്കില കേട്ടോ. ഇവൻ്റെ വാ കണ്ടോ, ഭയങ്കര വലിയ വായാണ് കേട്ടോ. ഇതുണ്ട് എൻ്റെ ഒരു വിരൽ വീഴാനുള്ള കപ്പാസിറ്റി ഇവനുണ്ട്. അടിപൊളി മീനാണ് കേട്ടോ, മുതുക്കില. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. നിൽക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോട്ടിൽ ഇന്നത്തേനെക്കാട്ടി ഇരട്ടി വെള്ളം കൂടിയിട്ടുണ്ട്. എവിടെ വല കിട്ടിയതൊന്നും ഓർമ്മയില്ല കേട്ടോ. വലയൊന്നും കാണുന്ന പോലുമില്ല. കൊണ്ടാ ഭാഗ്യം. ആദ്യത്തെ മഞ്ഞപ്പൊടി കേട്ടോ. ഇവനാണ് ആദ്യത്തെ സാധനം. ഓരോ പ്രതീക്ഷ പോലെ കരയൊക്കെ നിറയണ്ടേ. ഇന്നലെ ഒരു ജോബടി നമ്മൾ പൊടിമീൻ്റെ ആൾക്കാരാണ്. നമുക്ക് പൊടിമീനെ മതി. ആഹാ അല്ല വിടക്കണായി. ആഹാ വലിയൊരു കാര്യം പൊടി വലിക്കാത്തിട്ട് മാറ്റിയെന്ന്. ഇതിട്ടാതിയായിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. ശരിയാ. രണ്ട് വലിയ കല്ലേ കൂട്ടി ഉടക്കി ചത്ത് കിടക്കുന്നു. ഏറ്റവും കോമഡി. വല നമ്മൾ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിലേ പൊടിവല കുറയാനായിട്ട് നമുക്ക് സമയം കാര്യമൊക്കെ. ഇതിൻ്റെ അകത്ത് കാരി കിട്ട വലക്കകത്തൊന്നും കാരി കുടിക്കത്തില്ല. ഒരു പുളകണ്ണനുണ്ട് കേട്ടോ. അതൊരു പാമ്പ്. പാമ്പ് പാമ്പേ. വീണ്ടും പാമ്പ്. അയ്യോ അയ്യോ എനിക്ക് പേടിയാ. എനിക്കത് നൈസായിട്ട് പാമ്പ് 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 ഓടിക്കോ. എന്നിട്ട് ഉറുമ്പുണ്ടായിരുന്നു. നല്ല ഇന്നലെ ഇതിനകത്ത് കണ്ണിക്ക് മീനായിരുന്നു. ഇത് കൂട്ട് തന്നെ എല്ലാത്തിനും ഇഷ്ടം പോലെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ചെറിയ മീനെ പിടിക്കാനായിട്ട് വരുന്നതാണ്. ചത്തോന്ന് നോക്കണേ. ഇല്ലെങ്കിൽ ഞാൻ വള്ളത്തെ നിർത്തി ആടി ഞാൻ നീന്തും. ഞാൻ കരയെ ചെന്നിട്ട് ഇല്ലേ വിളിക്കാം. നീ വന്നാ മതി. മീന് വരാൻ കിട്ടിയ പാമ്പ്. ഗൈസ് അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇന്നലെ കിട്ടിയത് ഇന്നത്തെയും കൂടെ കൂട്ടിയിട്ട് വലിയ മീൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇത്രയും വലിയ മീനും അതുപോലെ നല്ല പാളക്കാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാളക്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതുണ്ടോ. എൻ്റെ പോലെ ഈ സാധനത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ നല്ല അടിപൊളി കാരി കേട്ടോ. അതുപോലെ ഒരു ജൈൻ്റ് കല്ലേമുട്ടി ഇതുണ്ടോ. തൂളി എല്ലാത്തിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതുപോലെ ഈ വലക്കകത്ത് ഇഷ്ടം പോലെ മീനും ഇഷ്ടം പോലെ പാമ്പും ഉണ്ട് കഴിച്ച്. അപ്പോൾ നമുക്ക് ഇരിട്ടാ എനിക്കിഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് പാമ്പ്. അത് തന്നെ വന്ന് വലയിൽ കയറി. അപ്പം നമുക്ക് ഈ വലയെല്ലാം ഇനിയും കുറഞ്ഞിട്ട്
അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്ന് മീനൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ പെറുക്കി ഇത്രയും മീൻ ആക്കിയിട്ടുണ്ട്. ഇന്നലെ ഇതിനെക്കാട്ടി മീനെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. കുറേ പൊടിമീൻ കയറിയിട്ടുണ്ട്. എൻ്റെ പെറുക്കി എൻ്റെ ദേഷ്യം വരുമോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ.